പോലീസ് പരക്കം പാഞ്ഞു നടക്കുമ്പോഴും കൊച്ചിയിലെ ജനവാസ മേഖലകളിൽ സ്പായുടെ മറവിൽ നടക്കുന്നത് പെൺവാണിഭം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ യുവതികളും കേരളത്തിലെ ചില കോളേജ് വിദ്യാർത്ഥിനികളും സംഘത്തിൻ്റെ ഭാഗമാകുന്നു. കൊച്ചിയിലെ മസാജിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ച് 24 നടത്തിയ അന്വേഷണത്തിൻ്റെ നടുക്കുന്ന വിവരങ്ങൾ. നഗരമധ്യത്തിൽ പരസ്യമായാണ് കച്ചവടം. എന്ത് കച്ചവടമെന്നല്ലേ? സ്ത്രീയുടെ ശരീരത്തിനും മാനത്തിനും തൂക്കവും വിലയും നിശ്ചയിക്കുന്ന പെൺവാണിഭം തന്നെ. കൊച്ചിയിലെ പെൺവാണിഭ സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആയുർവേദിക് സ്പായുടെ മറവിലാണ്. അധികാരികളുടെയും ജനങ്ങളുടെയും മൗനം മുതലാക്കി നിരവധി സെക്സ് റാക്കറ്റുകളാണ് തിരക്കുപിടിച്ച കൊച്ചി നഗരത്തിൽ പ്രവർത്തിക്കുന്നത്. ഹാപ്പി എൻഡിംഗ് എന്നാണ് കോഡ്. അത് പറഞ്ഞാൽ വിളിക്കുന്ന കസ്റ്റമറിന്റെ ഏത് ലൈംഗിക ആവശ്യവും തൃപ്തിപ്പെടുത്തുവാൻ തയ്യാറായി ആളുകളെത്തും. കലൂർ, ഇടപ്പള്ളി, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് ആയുർവേദിക് സ്പായുടെ മറവിൽ അനാശാസ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കലൂരിലെ സ്പായുടെ ഉടമസ്ഥനെ ആവശ്യക്കാരൻ എന്ന പോലെ ഞങ്ങൾ വിളിച്ചു. നമുക്ക് ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം എന്നുള്ളതായിരുന്നു. ഒരു ഹാപ്പി എൻഡിംഗ് ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്. ചൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു 22 മുതൽ 35 വരെ ഉണ്ട്. കോളേജ് കുട്ടികളാണോ? അതുകൊണ്ട് കുറച്ചു നാളുകൾക്ക് മുൻപാണ് കൊച്ചിയിലെ സ്പാ മസാജിംഗ് സെന്ററുകളെ കേന്ദ്രീകരിച്ച് പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നത്. എന്നാൽ പേരിന് മാത്രം നടക്കുന്ന അത്തരം തിരച്ചിലുകൾക്കപ്പുറം നടപടി കാര്യക്ഷമമല്ല. മസാജിംഗ് ലൈസൻസ് ദുരുപയോഗം ചെയ്താണ് അനാശാസ്യം. ഹലോ, ബ്ലോ ജോബ്സ് എല്ലാം രണ്ടുപേരും. ഭക്തിയെയും ആയുർവേദത്തെയും മറയാക്കി രാപ്പകൽ വ്യത്യാസമില്ലാതെ ലൈംഗിക കച്ചവടം നടത്തുകയാണിവർ. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും മസാജിങ്ങിന് എത്തിക്കുന്ന സ്ത്രീകളെയും ചൂഷണത്തിന് വിധേയരാക്കുന്നു. ദൈഷ എന്ന യൂണിസെക്സ് സ്പായുടെ ഉള്ളിലുള്ളത് അന്യസംസ്ഥാന ലോബിയാണ്. എറണാകുളം നോർത്തിൽ സ്ഥിതി ചെയ്യുന്ന മോക്ഷ മസാജിംഗ് സ്പായിലും ഉപഭോക്താക്കൾക്ക് ഇഷ്ടപ്പെട്ട തെറാപ്പിസ്റ്റുകളെ തിരഞ്ഞെടുക്കാം. ആളുകളെയും മസാജിംഗ് മുറികളും കണ്ട് മസാജിങ്ങിന് താല്പര്യമില്ലെന്ന് അറിയിച്ചാൽ റിസപ്ഷനിൽ ഇരിക്കുന്നവരുടെ വിധം മാറും. ചൂസ് ചെയ്യാൻ പറ്റും. ഇത് രണ്ടുപേരും ഉള്ളതാണല്ലോ. ഇവിടെ എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? 8 കൊല്ലമായോ? ലൈസൻസും ഉണ്ട്. മൊത്തം മലയാളികളല്ലേ? ഇത്തരം കേന്ദ്രങ്ങളിൽ നിരീക്ഷണം നടത്തുവാനുള്ള എല്ലാ സംവിധാനവും പോലീസിനുണ്ട്. എന്നിട്ടും നിർഭയം തുടരുകയാണ് സ്പായുകളുടെ പ്രവർത്തനം. ഒരിക്കൽ പെട്ടുപോയി എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ഈ സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽ നിന്ന് വഴുതാനാകാതെ ഒട്ടനവധി പെൺകുട്ടികൾ, അവരിൽ ഭൂരിഭാഗവും കോളേജ് വിദ്യാർത്ഥിനികൾ. അവരുടെ മോചനം സാധ്യമാകാത്തത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ പിടിപ്പുകേടെന്ന് പറയാതെ വയ്യ. വിഷ്ണു കച്ചേരിക്കും AS അഭിജിത്തിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് ഗൗരവമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.